മാംഗല്യം. ജഗൻ അവന്റെ കാറിനടുത്ത് എത്തിയ ശേഷമാണ് ജാൻവിയുടെ കയ്യിലെ പിടിവിട്ടത്. എന്തു നോക്കി നിൽക്കുവാ, വണ്ടി കയറ്. കാറിനടുത്തെത്തിയിട്ടും ജാൻവിയുടെ ശ്രദ്ധ കോവിലകത്തിന്റെ ഉമ്മർപ്പടകളിൽ നിൽക്കുന്നവരിലേക്കാണെന്ന് മനസ്സിലാക്കിയതും ജഗൻ അല്പം ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു. അവന്റെ പെട്ടെന്നുണ്ടായ പ്രവൃത്തിയും മുഖത്തെ ദേഷ്യവും കാണെ ജാൻവി ഒരുതരം വെപ്രാളത്തോടെ ജഗനെ നോക്കി. ജാൻവിയോടാണ് ഞാൻ പറഞ്ഞത് കാറ് കയറാൻ. അവൻ വീണ്ടും ശബ്ദമുയർത്തിയതും ജാൻവി പിന്നൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാണ്ട് കാറിലേക്ക് കയറി. ജഗൻ അവളുടെ കയ്യിലിരുന്ന ബാഗുകളെല്ലാം വാങ്ങി ഡിക്കിയിലേക്ക് വെച്ചു. പെട്ടെന്ന് തന്നെ അവനും കാറിൽ കയറി. കാറ്റുപോലെ ആ കാറ് മാണിക്യമംഗലം കോവിലകം വിട്ടകലുമ്പോൾ ജാനി വല്ലായ്മയോടെ ഗ്ലാസിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കി. ആ തറവാട്ടിലെ അംഗങ്ങൾ ഓരോരുത്തരും അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ പടിക്കൽ അപ്പോഴും ലക്ഷ്യമില്ലാതെ ആ കാർ മുന്നോട്ട് കുതിച്ചു. ജഗന്റെ മുഖത്ത് ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആ ഭാവം കാണെ ജാൻവിക്ക് പേടി തോന്നുന്നുണ്ടായിരുന്നു. അവൾക്ക് അവനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉള്ളിൽ ഭയം തോന്നി. കാറിൽ കയറി അല്പദൂരം പിന്നിട്ടിട്ടും ജഗൻ ഒന്നും മിണ്ടിയില്ല. ജാൻവി അവനോടൊന്നും ചോദിക്കാനും പോയില്ല. ജഗന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു ആ സമയത്ത്. അവന്റെ മനസ്സിലേക്ക് തലേ ദിവസം കോവിലകത്ത് വെച്ച് താൻ കേൾക്കാനിടയായ ചില സംഭാഷണങ്ങൾ തെളിഞ്ഞു വന്നു. പാർവതിയും സേതുനാഥനും പത്മജയും കൂടിയുള്ള സംസാരമാണ്. അച്ഛാ, തിരുമേനി നമ്മളോട് മാത്രമായി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ട്, പാർവതി പറഞ്ഞു. ഇനി ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം പാർവതി? വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്നല്ലേ? അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നു? ആ നാശം പിടിച്ച പെണ്ണ് കാരണം നമ്മുടെ ജഗന്റെ ജീവിതം കൂടി അപകടത്തിലായാൽ എന്ത് ചെയ്യും? മാത്രമല്ല, ജാൻവിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ അത് കോവിലകത്തിന്റെ തകർച്ചയ്ക്ക് വരെ ഇടയാക്കൂന്നല്ലേ തിരുമേനി പറഞ്ഞത്? നമുക്ക് എന്തേലും കാരണം ഉണ്ടാക്കി ജാനിയെ ജഗന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിയാലോ? തിരുമേനി അവരോട് 3 പേരോട് മാത്രമായി പങ്കുവച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് അവിടെ നടന്നത്. മുകളിലേക്കുള്ള കോടിപ്പടികൾ കയറാൻ ജഗൻ തുടങ്ങിയ നേരത്താണ് പാർവതിയുടെ ആ സംസാരം കേട്ട് അവൻ പടികൾ ഇറങ്ങി താഴേക്ക് പോയത്. ഇനിയിപ്പോ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല പാർവതി. എന്തൊക്കെ പറഞ്ഞാലോ അവർ കല്യാണം കഴിച്ചു പോയില്ലേ? തിരുമേനി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നീ കേട്ടതല്ലേ? ആര് വിചാരിച്ചാലും അവരെ തമ്മിൽ പിരിക്കാൻ കഴിയില്ലാത്രേ. തൽക്കാലം അങ്ങനെയുള്ള ചിന്തകൾ അങ്ങ് മാറ്റിക്കോളൂ പാർവതി. പത്മജി അത് പറഞ്ഞതോടെ പാർവതി മുഖം കുനിച്ചു. അച്ഛനെന്താ ഒന്നും പറയാത്തേ? മിണ്ടാതെ മൗനമായിരിക്കുന്ന സേതുനാഥനെ നോക്കി പാർവതി ചോദിച്ചു. ഏയ്, ആ കുട്ടിക്ക് ജാതകദോഷം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പോരാത്തതിന് 6 മാസക്കാലം നന്നായി സൂക്ഷിക്കുകയും വേണം. തൽക്കാലം 6 മാസം കഴിയട്ടെ, അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാലോ. എനിക്ക് പറ്റില്ല അച്ഛാ. ജഗന്റെ ജീവിതം വെച്ച് ഇങ്ങനൊരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെടാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇനിയുള്ള 6 മാസക്കാലം ഞാൻ ഇവിടെ തീ നിന്നു ജീവിക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? പാർവതി സേതുനാഥന്റെ നേർക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നിപ്പോ എന്ത് ചെയ്യാനാ പാർവതി? ഈശ്വരനായിട്ട് കൂട്ടിക്കെട്ടിയ 2 പേരെ നമുക്ക് അർത്ഥം മാറ്റാൻ പറ്റുമോ? അങ്ങനല്ല അച്ഛാ. മറ്റെന്തെങ്കിലും വഴി അച്ഛൻ ജാൻവിയോടൊന്ന് സംസാരിക്കാമോ? അവന്റെ ജീവിതത്തിൽ നിന്ന് അവളായിട്ട്. പാർവതി പറഞ്ഞു പൂർത്തിയാക്കാൻ മുമ്പ് സേതുനാഥന്റെ കത്തുന്ന നോട്ടമായിരുന്നു അവരുടെ നേർക്കെത്തിയത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് പാർവതി? ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊന്നും നിന്റെ തലയിലോട്ട് തന്നെയല്ലേ കയറിയത്? അച്ഛനതൊക്കെ പറയാം. ജഗൻ എന്റെ മകനാണ്. ആറ്റുനോറ്റ് എനിക്ക് കിട്ടിയ മകൻ. അവന്റെ ജീവിതം വെച്ച് ഒരു പരീക്ഷണത്തിന് ഞാൻ ഒരുക്കമല്ല. നാശം പിടിച്ച പെണ്ണ്, അവളാണ് എല്ലാത്തിനും കാരണം. ഏത് നേരത്താണോ അവളെ കല്യാണത്തിന് ക്ഷണിക്കാൻ തോന്നിയത്? ഒരുപക്ഷെ അന്നവൾ ആ കല്യാണത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതൊക്കെ ഓരോ നിമിത്തമാണ് പാർവതി. ആ കുട്ടി ഇവിടെ വരാനും അവരെ ഒരുമിച്ച് നമ്മൾ കാണാനും. ഇനി അതൊന്നും ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. തൽക്കാലം പാർവതി സമാധാനായിട്ടിരിക്കെ. എന്തായാലും ജാൻവിയുടെ ജാതകദോഷം മാറാനുള്ള കർമ്മങ്ങളല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ തിരുമേനി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നീ ഓർക്കണം. വരാൻ പോകുന്ന 6 മാസക്കാലം കഴിഞ്ഞാൽ പിന്നെ ജാൻവിയെ പിടിച്ചാൽ കിട്ടില്ലെന്നാണ് പറയുന്നത്. അത്രത്തോളം ഉയർച്ചകൾ ഉണ്ടാകും ആ കുട്ടിക്ക് ജീവിതത്തിൽ. എന്തുകൊണ്ടും അത് നമ്മുടെ ജഗന് ഗുണം ചെയ്യുന്നല്ലേ തിരുമേനി പറഞ്ഞത്.
തൽക്കാലം ഈ വരുന്ന 6 മാസക്കാലം കണ്ണടിച്ചു തുറക്കുന്ന സമയം കൊണ്ട് കഴിഞ്ഞു കിട്ടും. അതും പറഞ്ഞുകൊണ്ട് സേതുനാഥൻ അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ആ സ്ഥലത്ത് പാർവതിയും പത്മജയും മാത്രം അവശേഷിച്ചു. ഞാൻ ഇനി എന്ത് ചെയ്യുമേ? അച്ഛൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ പാർവതി? നമുക്കിനി ഒന്നും ചെയ്യാനില്ല. നല്ലത് മാത്രമേ നടക്കൂന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത്ര തന്നെ. പാർവതിയെ ആശ്വസിപ്പിക്കും പോലെ അതും പറഞ്ഞുകൊണ്ട് പത്മജയും അവിടം വിട്ടകന്നു. എന്റെ മോന്റെ ജീവിതത്തിന് ഒരു വിലങ്ങ് തടിയാവാൻ ആരെയും അനുവദിക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മനസ്സിൽ ചിലതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് പാർവതി പറഞ്ഞു. ഒരു നടുക്കത്തോടെയാണ് ജഗൻ അത് കേട്ടത്. താൻ അറിയുന്ന തന്റെ അമ്മയ്ക്ക് ഇത്രയ്ക്ക് ക്രൂരമായിട്ട് ചിന്തിക്കാൻ കഴിയോ? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവനത് ഓർക്കാതിരിക്കാനായില്ല. അത് പറഞ്ഞു നിർത്തിയതോടൊപ്പം പാർവതി ചുറ്റിലും നോക്കി. താൻ അറിയാതെ മറ്റാരെങ്കിലും തന്റെ സംസാരം കേട്ടോന്നറിയാൻ. ആരും കേട്ടില്ലെന്ന് ഉറപ്പായതോടെ നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ അവർ അകത്തേക്ക് കയറി. അതെ, വണ്ടി ശ്രദ്ധിച്ചു വേണോ ഓടിക്കാൻ. പോലീസിന് ആ റൂൾ അറിയില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ജഗൻ എന്തോ ആലോചനയിലിരുന്ന് മറ്റെവിടെയോ ശ്രദ്ധിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് മനസ്സിലായതും ജാൻവി അവനോട് പറഞ്ഞു. സ്നേഹത്തോടെ പറഞ്ഞാൽ അവൻ അതൊന്നും വകവയ്ക്കില്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെ പരമാവധി അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലാണ് അവളുടെ സംസാരം. സത്യം പറഞ്ഞാൽ അത്രയും സമയം മറ്റെന്തൊക്കെയോ ചിന്തയിലായിരുന്നു ജഗനും. ജാൻവി പറയുമ്പോഴാണ് അവനും ഒരു ഞെട്ടലോടെ വണ്ടി ഓടിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടത്. അല്പനേരം ജാൻവി വീണ്ടും മൗനം തുടർന്നെങ്കിലും പതിയെ അവൾ സംസാരിച്ചു തുടങ്ങി. ജഗൻ, നമ്മളിത് എവിടേക്കാ പോകുന്നത്? അതെനിക്കറിഞ്ഞേ പറ്റൂ. മറുപടിക്ക് പകരം അവന്റെ പക്കൽ നിന്നും രൂക്ഷമായ ഒരു നോട്ടമാണ് അവൾക്ക് ലഭിച്ചത്. നോക്ക്, എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ കോവിലകത്തു നിന്ന് എന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് എവിടേക്കാണെന്ന് പറയണ്ടേ? ഇനി അതുമല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ, എന്നെ ഹോസ്റ്റലിലാക്കിയിട്ട് ജഗന്റെ അരികെ കോവിലകത്തേക്ക് തന്നെ മടങ്ങിക്കോ. എന്തായാലും എന്നോട് ഇത്രയും ദ്രോഹം ചെയ്തവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ കോവിലകത്താരും സമ്മതിക്കാത്തടത്തോളം കാലം ഞാൻ അവിടേക്ക് വരില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഇനി അതിന്റെ ആവശ്യമില്ലെന്നാണ്. ജാൻവി പറഞ്ഞപ്പോ കാര്യം മനസ്സിലാവാതെ ജഗൻ വഴിയോരം ചേർത്ത് വണ്ടി നിർത്തി. നീ എന്താ ഉദ്ദേശിച്ചത്? അങ്ങനല്ല, നമ്മൾ ഇരുവരും ചതിക്കപ്പെട്ടതാണെന്ന് സത്യം എല്ലാരും തിരിച്ചറിഞ്ഞല്ലോ. അങ്ങനൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോ നമുക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പെട്ടെന്ന് ജാൻവിയുടെ നാവിൽ നിന്നും ആ ചോദ്യം കേട്ടതും ജഗനൊന്ന് മിഴികൾ ഇറുക്കി അടച്ചു തുറന്നു. നിന്റെ പ്രശ്നം എന്താണ് ജാൻവി? എനിക്കറിയാൻ പാടില്ലഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിനക്ക് കൂടി വേണ്ടിയാണ് ഞാൻ ആ കോവിലകത്തിന്റെ പടിയിറങ്ങിയത്. പിന്നെ എന്നെ ഇനി വേറെ വിവാഹം കഴിപ്പിച്ച് നിനക്ക് പതിയെ എന്റെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോകാന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്. ഈ ജന്മത്തിൽ ജാൻവി ജഗനുള്ളതാണ്. ജഗൻ ഒരു പെണ്ണിനെ താലി കെട്ടിയിട്ടുള്ളൂ. ജഗന് ഒരു ഭാര്യയേ ഉള്ളൂ. അങ്ങോളം എന്റെ ഭാര്യസ്ഥാനത്ത് അവൾ ഉണ്ടാകും. ഇതെന്റെ വാശിയുമല്ല, നിർബന്ധവുമല്ല. ഇതെന്റെ തീരുമാനമാണ്. ഇത് നടന്നിരിക്കണം. ഇതേ നടക്കൂ. എന്തോ ആ സമയത്ത് മറ്റൊന്നും ചിന്തിക്കാതെ അങ്ങനെ പറയാനാണ് ജഗന് തോന്നിയത്. പെട്ടെന്ന് ജഗന്റെ വായിൽ നിന്നും ഭാര്യ എന്ന് വാക്ക് വീണതും അവൻ തന്നെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കാൻ തയ്യാറായി എന്നതും ജാൻവി വല്ലാത്തൊരു പകപ്പോടെയാണ് കേട്ടത്. അവളുടെ മിഴിഞ്ഞുപോയ കണ്ണിൽ നിന്ന് തന്നെ ജഗനത് വ്യക്തമായിരുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ ജാൻവിക്ക്? ജഗൻ ജാൻവിയുടെ നേരെ നോക്കി ചോദിച്ചു. അല്പനേരം കഴിഞ്ഞിട്ടും അവൾ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ജഗൻ വണ്ടി മുന്നോട്ടെടുത്തു. ജാൻവി പുറം കാഴ്ചകളിലേക്ക് കണ്ണയച്ച് അലസമായിരുന്നു. അവൾക്ക് വല്ലാത്തൊരു വെപ്രാളവും പരവേശവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരവില്ല താനും. അതേസമയം ജാൻവിയുടെ ആ ഇരിപ്പ് കാണെ ജഗന്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി ഊറിക്കൂടി. പാർവതിയുടെ ആ സംസാരം കേട്ടപ്പോൾ ഉറപ്പിച്ചതാണ്, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ജാൻവിയെക്കുറിച്ച് അവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന്. ജാൻവിയുടെ സാന്നിധ്യം കോവിലകത്തുണ്ടെങ്കിൽ അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കും എന്നൊരു തോന്നലുണ്ടെങ്കിൽ
എന്തിനാണ് തന്റെ പെണ്ണിനെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്നത് എന്ന ചിന്തയായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ അവനെ പ്രേരിപ്പിച്ചത്. അതേ സമയത്ത് തന്നെയാണ് സുഗന്ധിയുടെ കള്ളത്തരങ്ങൾ താൻ പൊളിച്ചെടുക്കുന്നത്. എന്തായാലും കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടന്നു. അമ്മയ്ക്ക് അമ്മയുടെ തെറ്റുകൾ മനസ്സിലാകണമെങ്കിൽ കുറച്ച് സമയം വേണ്ടിവരും. ആ സമയത്ത് ജാൻവി കോവിലകത്തു നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ജഗൻ മനസ്സിലോർത്തു. അല്പദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കാറ് ഒരു ജ്യൂസ് കടയുടെ മുമ്പിൽ വന്ന് നിന്നു. അത്യാവശ്യം തിരക്കുള്ള സ്ഥലമായിരുന്നു അത്. 2-3 പയ്യന്മാർ ചേർന്ന് ഉന്തുവണ്ടിയിൽ നടത്തുന്ന ഒരു സംരംഭമാണ്. ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയായി നിന്നുകൊണ്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട്. ജഗനല്ലെങ്കിലും കൂടുതലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പ്രിഫർ ചെയ്യാറ്. അന്നൊരിക്കൽ തന്നെയും കൊണ്ടുപോയി തട്ടുകടയിൽ നിന്ന് ആഹാരം കഴിച്ചതും ജാനി ഒന്ന് ഓർത്തു നോക്കി. കാറ് നിർത്തി ജഗൻ ഇറങ്ങിയിട്ടും ജാൻവി വല്ലാത്തൊരു പിണക്കത്തിൽ കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഇറങ്ങുന്നില്ലേ? ജഗൻ ചോദിച്ചതും ജാൻവി മുഖം കൂട്ടിക്കൊണ്ട് തിരിഞ്ഞിരുന്നു. ഇറങ്ങുന്നില്ലെങ്കിൽ വേണ്ട. അവനതും പറഞ്ഞുകൊണ്ട് ഉന്തുവണ്ടിക്കടുത്തേക്ക് ചെന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ അവൻ ഒരു ജ്യൂസ് കുടിച്ച ശേഷം ഒരു ഓറഞ്ച് ജ്യൂസ് വാങ്ങി തിരികെ കാറിലേക്ക് കയറി ഇരുന്നുകൊണ്ട് ആ ഗ്ലാസ് ജാൻവിയുടെ മടിയിലേക്ക് വെച്ചു. അവൻ ഇറങ്ങിയ പാടെ കണ്ണടച്ച സീറ്റിലേക്ക് തലചാരി ഇരുന്നവൾ പെട്ടെന്ന് കൈയിലേക്ക് പതിഞ്ഞ് തണുപ്പറിഞ്ഞുകൊണ്ടാണ് ജഗന്റെ മുഖത്തേക്ക് നോക്കിയത്. നോക്കി പേടിപ്പിക്കണ്ട, നിനക്ക് കുടിക്കാനാ മേടിച്ചത്. വേഗം അത് കുടിക്ക്, എന്നിട്ടേ ഞാൻ വണ്ടി എടുക്കുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ജഗനിൽ നിന്ന് ഇങ്ങനെയുള്ള അധികാരഭാവങ്ങളിലുള്ള സംസാരങ്ങളൊക്കെ. അറിയാതെ ജാൻവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരുന്നെത്തി. ജഗനെ നോക്കാതെ അവൾ ജ്യൂസ് കുടിച്ച് തീർത്ത ശേഷം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. വണ്ടിക്കെടുത്തു വെച്ചിരുന്ന ബിന്നിലേക്ക് പാസൽ ഗ്ലാസ് ഇട്ടുകൊണ്ട് തിരികെ അവൾ കാറിലേക്ക് കയറി. ജഗൻ വണ്ടി മുന്നോട്ടെടുത്തു. അല്പനേരം പുറം കാഴ്ചകളിലേക്കൊക്കെ നോക്കിയിരുന്നെങ്കിലും കുറച്ചേറെ സമയം കഴിഞ്ഞപ്പോൾ ഒരു നേർത്ത മയക്കം വന്ന് ജാനിയുടെ മിഴികളെ പൊതിഞ്ഞു. അവൾ പതിയെ മയങ്ങി തുടങ്ങി. സമയമേറെ കഴിഞ്ഞുപോയി. ഏകദേശം 1 മണിക്കൂറോളം പിന്നിട്ട ശേഷം ജഗൻ തട്ടി വിളിച്ചുണർത്തുമ്പോഴാണ് ജാൻവി പതിയെ കണ്ണു തുറന്നു. മിഴികൾ തുറക്കുമ്പോഴേ കാണുന്നത് തല ഉയർത്തി കൺമുമ്പിൽ നിൽക്കുന്ന ഒരു കെട്ടിട സമുച്ചയമാണ്. ജാൻവി വിശ്വാസം വരാത്ത മുഖത്തോടെ ജഗനെ നോക്കി. അവന്റെ മുഖത്തിപ്പോഴും യാതൊരു ഭാവവ്യത്യാസവുമില്ല. വണ്ടി നേരെ അവനു വേണ്ടി അലോക്കേറ്റ് ചെയ്ത പാർക്കിംഗ് സ്പേസിൽ ഇട്ടുകൊണ്ട് ജഗൻ ഡോർ തുറന്നിറങ്ങി. പിന്നാലെ ജാൻവിയും. ലഗേജുകളെല്ലാം എടുത്തുകൊണ്ട് ജഗൻ ലിഫ്റ്റിനടുത്തേക്ക് നടന്നപ്പോൾ അവനെ അനുഗമിച്ചുകൊണ്ട് ജാൻവിയും അവിടേക്ക് തന്നെ ചെന്നു. ലിഫ്റ്റിൽ കയറിയപ്പോൾ തന്നെ ജഗൻ 10 എന്ന നമ്പർ പ്രസ് ചെയ്യുന്നത് ജാൻവി കണ്ടു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അത്രയും ഉയരത്തിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന്. 10A എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുമ്പിലെത്തിയതും പോക്കറ്റിൽ കിടന്ന കീയെടുത്ത് ജഗൻ വാതിൽ തുറന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ജഗനൊപ്പം ജാൻവിയും ആ അപ്പാർട്ട്മെന്റിലേക്ക് കാലെടുത്തു വെച്ചു. ഒരു നിമിഷം തുറന്നുപോയ വായടയ്ക്കാൻ പോലും മറന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നിൽക്കുവാണ് ജാൻവി. അവൾ ആ അപ്പാർട്ട്മെന്റ് ഒന്നാകെ നോക്കിക്കണ്ടു. ലക്ഷറി അപ്പാർട്ട്മെന്റ് എന്ന് മിതു പറഞ്ഞപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിരുന്നു അതിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. കായലിലേക്ക് വ്യൂ വരുന്ന ഭാഗത്ത് മുഴുവനും ഗ്ലാസ് വാളാണ്. അകത്തേക്ക് കയറിയപ്പാടെ തന്നെ ജാൻവിയുടെയും ജഗന്റെയും ലഗേജുമായി ജഗൻ ഒരു മുറിയിലേക്ക് നടന്നു. ജാൻവി പക്ഷേ ആ ലിവിംഗ് റൂമിൽ മൊത്തത്തിലൊന്ന് ചുറ്റിക്കണ്ടുകൊണ്ട് മറിഞ്ഞിരുന്ന കർട്ടൻ പതിയെ ഇരു കൈകൊണ്ടും വകഞ്ഞു മാറ്റി. മനോഹരമായ കായൽ ദൃശ്യം അവൾക്ക് മുൻപിൽ വെളിവായി. ഉയരത്തിൽ നിന്ന് നോക്കുന്നതുകൊണ്ട് തന്നെ നേർത്തു പോയൊരു വെള്ളി നൂൽ പോലെ തോന്നിച്ചു ആ കായൽ അവൾക്ക്. വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ മഞ്ഞ വെയിൽ നല്ല രീതിയിൽ അവളുടെ മുഖത്തേക്ക് പതിച്ചു. വല്ലാത്തൊരു കാഴ്ച. അവൾ ആസ്വദിച്ചു നിന്നു. തനിക്ക് ഫ്രഷ് ആവണ്ടേ? പിന്നിൽ നിന്ന് ജഗന്റെ ശബ്ദം കേട്ടതും അവൾ അവനെ നോക്കി ഒന്ന് തല ഉലുക്കി. ദാ അവിടെയാ ബെഡ്റൂം, പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ആഹാരം കഴിക്കാം. അതിന് ആഹാരം? അവളത് പറഞ്ഞു തുടങ്ങി. ജഗനെ നോക്കിയപ്പോൾ മറുപടിയായി ലഭിച്ചത് അവന്റെ ഭാഗത്തു നിന്നും രൂക്ഷമായൊരു നോട്ടമാണ്. ഒന്നും മിണ്ടാൻ പോയില്ല. നേരെ ഫ്രഷ് ആവാനായി ബെഡ്റൂമിലേക്ക് കയറി. അതിമനോഹരമായ വലിയൊരു ബെഡ്റൂം. കിങ് സൈസ് ബെഡും ആ ബെഡ്റൂമിന് ഒത്തിണങ്ങിയ ഫർണിച്ചറുകളും എല്ലാം ചേർന്ന് ഭംഗിയുള്ള ഒരു റൂം. റൂമിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു നിന്ന അവളുടെ നോട്ടം നേരെ ചെന്നെത്തിയത്
ബാൽക്കണിയിലേക്കാണ്. പണ്ട് മുതൽ ബാൽക്കണി അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ്. മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ഇരുന്നു കൊണ്ട് പുറം കാഴ്ചകൾ ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. അത് മറ്റെവിടെ പോയാലും കിട്ടാത്ത പോലെ അവൾക്ക് തോന്നാറുണ്ട്. സ്വന്തം വീടിന്റെ ബാൽക്കണിയിലിരുന്ന് നക്ഷത്രങ്ങളെ നോക്കിക്കാണുന്നതായിരുന്നു അവൾക്ക് മടുക്കാത്ത ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ ജാൻവി വല്ലാത്തൊരു ഉത്സാഹത്തോടെ ബാൽക്കണിയിലേക്കുള്ള ഗ്ലാസ് ഡോർ തള്ളി നീക്കി അങ്ങോട്ടേക്ക് ചെന്നു. ചുറ്റും പച്ചപ്പും മരങ്ങളും, അതിനിടയിലും അവളുടെ മിഴികൾ ബാൽക്കണിയിൽ വെച്ചിരിക്കുന്ന ചില ഇൻഡോർ പ്ലാന്റ്സിൽ ഉടക്കി. ഈ പ്ലാന്റ്സിനൊക്കെ ആര് വെള്ളമൊഴിക്കും? അവൾ മനസ്സിലോർത്തു. പക്ഷെ അപ്പോഴാണ് ഓർത്തത്, ഫ്രഷ് ആകാനായി റൂമിലേക്ക് വന്നിട്ട് കുറച്ചധികം സമയമായല്ലോ എന്ന്. പിന്നെ വേഗം ബാഗ് തുറന്നു. അതിൽ നിന്നൊരു പാന്റും ടോപ്പും എടുത്ത് കുളിക്കാനായി കയറി. കുളിച്ചിറങ്ങി വരുന്ന അവളെ എതിരേറ്റത് മൂക്കിലേക്ക് തുളച്ചു കയറിയ പനീർ മസാലയുടെ ഗന്ധമാണ്. വല്ലാത്തൊരു കൊതിയോടെ നാവ് നനച്ചുകൊണ്ട് അവൾ കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു. ജാനിയുടെ കണ്ണ് വീണ്ടും മിഴിഞ്ഞുപോയി. മറ്റൊന്നുമല്ല, ജഗൻ അവിടെ കാര്യമായ പാചകത്തിലാണ്. ജാനി അടുക്കളയിലേക്ക് വരുമ്പോൾ കാണുന്നത് ഒരു കൈകൊണ്ട് ചപ്പാത്തി മറിച്ചിട്ട് മറുകൈകൊണ്ട് കറി ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന ജഗനെയാണ്. ആഹാ, രാമനാഥൻ ഇതും വശമുണ്ടോ? ജാനി മനസ്സിലാണ് പറഞ്ഞതെങ്കിലും കൃത്യമായത് എത്തേണ്ടടുത്ത് എത്തി. അതവൾക്ക് മനസ്സിലാക്കാൻ കാരണം അവന്റെ നോട്ടം തന്നെയായിരുന്നു. അവനെ നോക്കിയൊന്ന് ജാനി ഒന്ന് ചിരിച്ചു. അവൻ ഒറ്റയ്ക്ക് പാചകം ചെയ്യുകയാണെന്ന് കണ്ടതും അവളും പതിയെ അവന്റെ അടുത്തേക്ക് ചെന്നു. ഞാനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ജഗൻ? സത്യം പറഞ്ഞാൽ അവൾക്ക് കാര്യമായിട്ട് അടുക്കളയിൽ ഒന്നും ചെയ്യാൻ അറിയില്ല. എങ്കിലും അവൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നത് കണ്ടപ്പോ ഒരു ഭംഗിവാക്ക് പോലെ ചോദിച്ചതാണ്. ചോദിച്ച നാവ് വായിലേക്ക് ഇടുമ്പോ തന്നെ ജഗന്റെ മറുപടിയും വന്നു. ദാ, ആ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്ക്. ജഗൻ അത് പറഞ്ഞപ്പോ ജാൻവി ചുണ്ടുപിളർത്തി അവനെ നോക്കി. ജഗൻ വെളിയിൽ നിന്ന് പാഴ്സൽ വാങ്ങിയ ഫുഡ് ഐറ്റംസ് എല്ലാം ഓരോ ബൗളിൽ ഇട്ട ശേഷം പ്ലേറ്റുകളൊക്കെ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ജാനി മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചു. ലക്ഷണം കണ്ടിട്ട് ജഗൻ ഇവിടെ വന്ന് താമസിച്ച പോലെ അവൾക്ക് തോന്നി. അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും അവിടെയുണ്ട്. ഡി, വായി നോക്കി നിൽക്കാതെ എല്ലാം കഴുകി വെക്ക്. അവന്റെ ഗർജനം കേട്ട് പിന്നെ പതിയെ പാത്രങ്ങൾ ഓരോന്നായി കഴുകാൻ തുടങ്ങി. അപ്പോഴേക്കും ജഗൻ തയ്യാറാക്കി വെച്ച ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചു. അവസാന പാത്രവും കഴുകി കമഴ്ത്തി വെച്ച ശേഷം ജാൻവി കൈ തുടിച്ചുകൊണ്ട് ഡൈനിങ് സ്പേസിലേക്ക് ചെന്നു. ഇരിക്കെ, ആഹാരം കഴിക്കാം. ജഗൻ പറഞ്ഞതും ഒരു ചെയർ വലിച്ചിട്ട് അവൾ ഇരുന്നു. കുറച്ചു നേരമായി ആഹാരം കഴിക്കാത്തത് കൊണ്ട് തന്നെ വല്ലാത്ത വിശപ്പുണ്ടായിരുന്ന ജാൻവിക്ക്. ജഗൻ തന്നെയാണ് 2 പ്ലേറ്റ് എടുത്ത് അവർ രണ്ടുപേർക്കുമുള്ള ഭക്ഷണം സെർവ് ചെയ്തത്. കഴിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളവർ. അപ്പോഴാണ് ജഗന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. കോൾ എടുത്ത് ഫോൺ ചെവിയോരം ചേർത്ത് വെച്ചവന്റെ മുഖഭാവം നിമി നേരം കൊണ്ട് മാറി മറിയുന്നത് അവൾ കണ്ടു. ജാൻവി പരിഭ്രമത്തോടെ അവനെ നോക്കി. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ജഗൻ കഴിപ്പ് മതിയാക്കി ധൃതിയിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോകാൻ തുടങ്ങി. ജഗൻ, എന്തുപറ്റി? ജാനി ഒരു വെപ്രാളത്തോടെ അവന് പിന്നാലെ റൂമിലേക്ക് നടന്നു ചെന്നുകൊണ്ട് ചോദിച്ചു. തുടരും.